ഹലോ ഗൈസ്, ഇന്ന് ഞാൻ നല്ലൊരു ജൈവ കീടനാശിനിയാണ് പരിചയപ്പെടുത്തുന്നത്. നമുക്കറിയാം, നമ്മളുടെ ചെടികളെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരുമ്പോഴായിരിക്കും പല കീടങ്ങളുടെയും ആക്രമണം. ഇവയെ നമ്മൾ ആദ്യമേ തന്നെ നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മുടെ ചെടി മുഴുവനായും നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ വീടുകളിൽ നിന്നും കിട്ടുന്ന ചില ഇലകൾ ഉപയോഗിച്ച് കൊണ്ടാണ് ഞാൻ ഈ ജൈവ കീടനാശിനി തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിനു വേണ്ടി ആര്യവേപ്പിൻ്റെ ഇല, കറുകയില, പപ്പായ ഇല, പിന്നെ ശീമക്കൊന്നയുടെ ഇല, ഇവ നാലുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ എല്ലാ ഇലകളും കുറേശ്ശെ നല്ല ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഇലകളെല്ലാം നല്ലോണം മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ഇലകളെല്ലാം മിക്സിയിലിട്ട് അരച്ചെടുക്കാം. എളുപ്പത്തിൽ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ മിക്സിയിലിട്ട് അരച്ചെടുത്തത്. അല്ലെങ്കിലും നമുക്ക് ഈ ഇലകളെല്ലാം കുറച്ച് വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം ഒരു 4-5 മണിക്കൂറിന് ശേഷം പിഴിഞ്ഞെടുത്ത് അത് ഡൈല്യൂട്ട് ചെയ്തും ഒഴിക്കാം. ഇനി ഇത് കുറച്ച് വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇത് അരിച്ചെടുക്കാം. ഈ ജൈവ കീടനാശിനി നമുക്കൊരു കുപ്പിയിലാക്കി വെച്ചാൽ ഒരാഴ്ചയോളം നമുക്ക് ഇത് ഡൈല്യൂട്ട് ചെയ്ത് എല്ലാ ചെടികൾക്കും സ്പ്രേ ചെയ്യാൻ പറ്റും. ഞാൻ ഈ ജൈവ കീടനാശിനി ഈ ഒരു ഗ്ലാസ്സിൽ 1 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. അതിൽ 2 ഗ്ലാസ് വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത ശേഷമാണ് ചെടികൾക്ക് സ്പ്രേ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നീട് നമുക്ക് ഇത് എല്ലാത്തരം ചെടികൾക്കും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമ്മളുടെ ഓർണമെൻ്റൽ പ്ലാന്റ്സ് ആയാലും പച്ചക്കറികളായാലും എല്ലാ ചെടികൾക്കും ഇത് വളരെ നല്ല ഒരു ജൈവ കീടനാശിനിയാണ്. സാധാരണ ക്യാബേജിലും കോളിഫ്ലവറിലും ചെറിയൊരു പുഴുക്കുത്തുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ നമുക്ക് ആദ്യമേ തന്നെ ഈ ജൈവ കീടനാശിനി ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. എല്ലാ പച്ചക്കറികൾക്കും ഇത് സ്പ്രേ ചെയ്യുന്നത് വളരെ നല്ലതാണ്. കീടങ്ങളുടെ ശല്യമുണ്ടെങ്കിൽ 2 ദിവസത്തിലൊരിക്കലും അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കൽ എല്ലാ ചെടികൾക്കും സ്പ്രേ ചെയ്യുന്നത്